അമ്പലത്തിൽ പോയി തിരിവാണേ മ്യൂസിക് ഇട്ടോണേ. ഹേ ഗായ്സ്, അപ്പം കൊച്ചു സ്റ്റൈലായിട്ട് സൈഡിൽ നിന്ന് വരാന്ന് പറഞ്ഞു. സ്റ്റൈലായിട്ട് വാ. അപ്പൊ ഗൈസ്, നമ്മളെ പട്ടി ഷോ ബി റോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എവിടെ പോകുന്നതെന്ന്. എവിടെ പോകുന്നത്? നമ്മൾ അമ്പലത്തിൽ പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ നേരെ ഇന്ന് കൊട്ടാരക്കര ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഗണപതി ക്ഷേത്രത്തിൽ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ എന്താണ് ഫേമസ്? ഉണ്ണിയപ്പം. അവിടുത്തെ ഉണ്ണിയപ്പമാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി പോയിട്ട്, അതുമല്ല മൃദുല പ്രജ്ഞാനായിട്ട് ശേഷം അവളും പറഞ്ഞായിരുന്നു നമുക്ക് അമ്പലത്തിലൊന്ന് പോകണം. സത്യം പറഞ്ഞ സമയം പിന്നെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇറങ്ങണം. അച്ഛയില്ല, അച്ഛന് ജോലിയുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വർക്കല ബീച്ചിൽ കാപ്പിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ ഇറങ്ങൂലേ? അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. എന്റെ അല്ല വാവ. വർക്കല ഇപ്പൊ എങ്ങനെയാണ്? കുറെ നാളായി വർക്കല ബീച്ചിൽ പോയിട്ട്. നമ്മളെപ്പോഴും ട്രിവാൻഡ്രം പോകുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വർക്കല ബീച്ചിൽ വരെ പോയിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് അടുത്താണ് കൈസ്. വർക്കല ഇവിടുന്ന് നമുക്ക് ഒരു 30 കിലോമീറ്റർ അടിപ്പിച്ചേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് വർക്കലയിലോട്ട്. അപ്പോൾ കൊച്ചു വണ്ടി ഇറക്കി, അമ്മയും റെഡി ആയിട്ട് ഇറങ്ങി സുഹൃത്തുക്കളെ. മഴയൊക്കെ ആയിട്ട് ഇറക്കത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഉള്ള ഒരു വല അവിടെ ഇടിഞ്ഞെന്തോ ചെയ്തില്ലേ വർക്കലയിൽ? ക്ലിഫിൽ ഇടിഞ്ഞു. പക്ഷെ മറ്റേ കാപ്പിൽ പോയി നോക്കാം. പിന്നെ ഇടയ്ക്ക് മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിനകത്ത് ആൾക്കാർ വീണ് അങ്ങനെ അതൊക്കെ നിർത്തലാക്കി. അതിന് അത് പൊട്ടിയേണ്ടൊക്കെ ചെയ്തു. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിതേ വർക്കല ബീച്ചിൽ എത്തിയിട്ട് സുഹൃത്തുക്കളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല തിരക്കുണ്ട് ഗായ്സ്. നോക്ക്, നമ്മൾ വിചാരിച്ച മഴയൊക്കെ ആയതുകൊണ്ട് ആരും ബീച്ചിലോട്ടൊന്നും വരത്തില്ലായിരിക്കും. നമ്മൾ എന്ന് വന്നാലും ഇവിടെ ക്ലോസ് ആയിരിക്കും ഗൈസ്. ഇന്നാൾക്ക് അന്ന് വന്നപ്പോഴും ക്ലോസ് ആയിരുന്നു. പക്ഷെ താഴെ ആള് നിപ്പോണ്ട് ഗൈസ്. അയ്യോ, അവിടെ നിന്നാണ് ആൾക്കാർ പോയി ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് അല്ലടാ, അവിടെ വേലിയിട്ടേക്കുണ്ടോ കണ്ടോ? പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര സൗണ്ടല്ലേ? പിന്നെ കടലിൽ പിന്നെ അതാ കടലിൽ പിന്നെ തിരയല്ല. അത് നീ പിന്നെ എന്തിനാ പറഞ്ഞാ ഭയങ്കര സൗണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇറങ്ങണം. എനിക്ക് ഇറങ്ങി ഇറങ്ങി ഞാൻ പോകും. ഗായ്സ്, അപ്പൊ നമ്മൾ അവിടുന്ന് നേരെ കാപ്പിലോട്ട് വിട്ടു കേട്ടോ. എടാ, അവിടുത്തെ കാട്ടി സൂപ്പർ ഇവിടെ ഇല്ലേ കാണാൻ? അവിടുത്തെ കാട്ടി സൂപ്പർ ഇവിടെ കാണാം അല്ലേ? ഇവിടെ നീ കേറി വരും കേട്ടാ. അതിനാണ് കല്ലിട്ടേക്കണം. മനസ്സിലായി. അങ്ങനെ ഇവിടെ നൈസാ കേട്ടോ. ഇവിടെ ഒരു സൈഡ് കടല്, ഒരു സൈഡില് കായല്. അതുമല്ലാണ്ട് ഇവിടുത്തെ ഇങ്ങനെ മരം, മറ്റേ ഇല്ല, ഇത് എന്തൊരു മരം? മറ്റേ ഇല്ല മരം ഇല്ലേ ഇത്? പൈൻ മരം ആ തോന്നുന്നു തന്നെ. തിര ഒരു രക്ഷയില്ല. ഈ കല്ലിന്റെ മണ്ടയ്ക്കൂടെ നമ്മൾ നടന്നു വഴിക്ക് അടിച്ചായിരുന്നു കേട്ടോ. കുറെ ചേട്ടന്മാര് നടുക്ക് നിന്ന് മീൻ പിടിക്കുന്നത് ഗൈസ്. എതുവഴി പോയി. അപ്പൊ ഇവിടെ ആഴം ഇല്ലടാ. കൊച്ചു ആഴം ഇളക്കും കേട്ടോ. ആഴം. സൗണ്ട് ശ്രദ്ധിക്കാം. പൊട്ടന്ന് ലോക പൊട്ടണത് വെള്ളത്തിൽ അത് ഗുണാക്കേവില അങ്ങനെ ഇളക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ ഗൈസ്. നോക്ക്, രക്ഷയില്ല കേട്ടോ. സാരി ഉടുക്കാൻ എന്താ? സെറ്റ് സാരി മൃദുലക്ക് ഡ്രസ് എല്ലാം ടൈറ്റ് ആയി സുഹൃത്തുക്കളെ.
ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് അമ്പലത്തിലെത്തി സുഹൃത്തുക്കളെ. ഉണ്ണിയപ്പം എപ്പോഴായാലും ഉണ്ണിയപ്പം കിട്ടത്തില്ലേ അവിടെ? അല്ല ഞാൻ തൊഴുവാനാ വന്ന. ഉണ്ണിയപ്പം ആണല്ലോ സ്പെഷ്യൽ. കൊട്ടാരക്കര വരുന്ന പറഞ്ഞപ്പോഴേ ഇവിടെ ഉണ്ണിയപ്പാണ് അവിടെ സൂപ്പർ. കഴിച്ചിട്ടുണ്ട് അവിടുത്തെ ഉണ്ണിയപ്പം, അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എങ്ങനെയാണ് ഞാൻ ലൈഫിൽ ഇന്നേവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഉണ്ണിയപ്പം ഇവിടുത്തെ ഉണ്ണിയപ്പം. വേറെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചോ പാക്കറ്റ് വാങ്ങിച്ചോ ഒന്നും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അതെന്നാന്ന് എനിക്കറിയില്ല. ഉണ്ണിയപ്പം തിന്നാനാ വന്നത്. അല്ല നീ എന്താ പറയുന്ന? ഞാൻ തൊഴാൻ വന്നതാ. അവക്ക് ചരട് ഒതുക്കും. ഉണ്ണിയപ്പത്തി തൊട്ട അറിഞ്ഞേ ചോറ് തന്നത് ഇവിടുന്ന പ്രവീണ് കൊച്ചുന് ചോറ് കൊടുത്ത് ഇവിടുന്ന. ഇവിടുന്നാണാ? നമ്മള് അതാ ഇവന് ഭയങ്കര വൈറ്റ് ഭാഗ്യോ. എഴുതിച്ചത് നിന്നെ എഴുതിച്ചത് ഇവിടെ. അതുകൊണ്ട് ഞാൻ നല്ല എന്നെ പ്രവീണിന്റെ ചെരുപ്പ് ഉണ്ട്. ആ കരയോട് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കറക്റ്റ് മാച്ചടാ. നീ ഇന്നാൾക്ക് മുണ്ടിന്റെ കൂടെ ക്രോക്സ് ഇട്ടില്ലായിരുന്നാടാ? ഞാൻ ക്രോക്സ് ഇട്ടായിരുന്നു. പക്ഷെ ആ കളറും നിന്റെ കരയായിട്ട് ഭയങ്കര മാച്ച്. നോക്കിട്ടോ, അതുകൊണ്ടല്ലേ കേട്ടത്. ചെരുപ്പ് മാച്ചിങ്. എന്റെ ചെരുപ്പ് ഷർട്ട് ഇത് മാച്ചിങ്. എന്ത് കുഴപ്പമില്ല. മൃദുല എങ്ങനെ എന്റേതാ അടിപൊളി മാച്ചിങ്. അത് കണ്ടില്ലേ നീ? ഈ അമ്പലത്തിൽ നിന്ന് ചെരുപ്പടിച്ചു വരുന്ന വിദഗ്ധർ ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ അങ്ങനെയല്ലേ ആൾക്കാർ ഇപ്പൊ വരാറില്ലല്ലോ അമ്പലത്തിൽ. ചിലപ്പോ ഇന്ന് പോകും. നീ വന്നല്ലോ. കണ്ട കൈസാണ്ട് ഇവിടെ കണ്ട ഈ അയ്യപ്പ നടയിൽ പോയിട്ട് എല്ലാരും കൊണ്ട് മാല ഊരിയിടുന്ന കേട്ടാ. പായൽ പിടിച്ചു കിടക്കുന്ന കൈസ് കുളത്തിൽ നിറച്ച്. പായലല്ല, ആമ്പല്. മീൻ നോക്കണം, മീൻ നോക്കണം. മീൻ നോക്ക് ഗൈസ്, വലിയ മീനല്ലേ? പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാം കേട്ടോ. ഭയങ്കര പ്രാർത്ഥന സമയെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയായിട്ടും കാണാത്തൊരു പ്രാർത്ഥന. മിണ്ടിക്കൂടാ. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? സൂപ്പർ അല്ലേ? ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ്. ഒരു പാക്കറ്റ് 10 എണ്ണം 40 രൂപ. അതാണ് വില. പിന്നെ മുകളിൽ ഇങ്ങനെ പഞ്ചാര ഇടും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ റൗണ്ട് സാധനം ഭയങ്കര ക്രിസ്പിയാണ്. ഉണ്ടാക്കുന്ന ലൈവായിട്ട് നമുക്ക് തൊഴുമ്പോൾ തന്നെ കാണാൻ കേട്ടോ. ഇവിടെ വന്നവർക്കറിയാം, ഞാൻ അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. പഴമൊക്കെ ഇടും കേട്ടോ. മസാല ദോശ വന്നു. മസാല ദോശ നീ കഴിച്ചോ? യു ഈറ്റ് ഫസ്റ്റ്. എങ്ങനെയാ അതാ നേരത്തെ ഇല്ലായിരുന്ന? അല്ലെങ്കിലും പ്രഗ്നന്റ് ആയിരിക്കും ഭയങ്കര പരിഗണനയല്ലടി. അല്ലെങ്കിൽ വന്ന ഫുഡ് ആദ്യമേ ഞാൻ കഴിക്കുന്നു. ഓ അമ്മയ്ക്കും പരിഗണന. എല്ലാവർക്കും ഫ്രീ കെയറിംഗ് ഉണ്ട്. ഹായ്, how do? ഉറക്കമായിരുന്നാ? ഉറക്കമൊന്നുമില്ല. നമ്മളെന്ന് പറഞ്ഞ ഭക്തി മാർഗം. ഉണ്ണിയപ്പം തിന്നണ ഗണപതി കണ്ടത് പറയടാ. ഉണ്ണിയപ്പം ചൂട് ഉണ്ണിയപ്പം. വന്നത് അത് മസാല ദോശ. അച്ഛന്റെ മസാല ദോശ. അച്ഛൻ ഇത് ശ്രദ്ധിച്ചില്ല. അമ്മ ഇന്ന് വേറെ ലുക്കിലായിരുന്നല്ലോ. അച്ഛൻ ഇത് മൈൻഡ് ചെയ്യാഞ്ഞ് കണ്ടില്ലേ? ഇത് നാളെ നമ്മളൊരു യാത്രയില്ല. നാളെ പോകുമ്പോ ഞാൻ ഇട്ടോണ്ട് നമ്മള് വരുന്ന വഴിക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചടങ്ങുണ്ട്. അത് നാളെ എന്തോന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ കേട്ടോ. നാളെ ജസ്റ്റ് പോകുമ്പോ സാരി കൊടുത്തു. കൊള്ളാം, നല്ല സാരി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഈ കളറല്ലേ? സെയിം കളർ. നാളെ അപ്പൊ നാളെ നീ തന്നെ ഇട്ടാ മതി. ഗൈസ്, മൃദുലതായി കരിവള വാങ്ങിച്ചു. കുറെ നേരം ഇട്ട് കിളിക്കുന്നു. നിങ്ങൾക്ക് കരിവളയാണ് ഇഷ്ടം. ഇത് 2 ദിവസം കാണും, പൊട്ടും. നമുക്ക് വേറെ വാങ്ങിക്കാം. നമ്മളെ സീരിയസ്ലി ഈ ഇതിന്റെ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അന്നും ഇന്നും ഒരേ കണക്ക് അല്ലേ? അത് അതെന്താ? അത് വേറെ എവിടുന്നോ ഈ ഒരു ടേസ്റ്റില് കിട്ടുന്നില്ല.
ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിൽ പോയത് അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം എന്തായാലും മൃദുലയ്ക്ക് നേരത്തെ പറഞ്ഞായിരുന്നു ക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ നമ്മളും കുറേ നാൾക്ക് ശേഷമാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്താണ് പോയത്. അപ്പോൾ എന്തായാലും നല്ലൊരു പോസിറ്റീവ് ഒരു ഡേ ആയിരുന്നു സുഹൃത്തുക്കൾ. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പം ഇനി ഇതുള്ള ബ്രെഡ് കാണുന്നവരെ ബൈ. ഒരു കുളമൊക്കെ വേണം. അമ്പലമായ ഒരു കുളം, ആ കുളത്തിന്റെ നടുക്കൊരു ആല്. അതെ, കുടക്കിന് നടുക്കാല ആര് പണിഞ്ഞ് കുഴിച്ചു വെക്കുവോ? ആര് കുളത്തിന്റെ നടുക്ക് വേണ്ട, സൈഡിലേക്ക് മതി.